എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നൊരു പുതിയൊരു പ്രോഡക്റ്റായിട്ടാണ് വന്നത്. ഞങ്ങൾ പൂപ്പൊലി പോയപ്പോൾ അവിടെ നിന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബ്ലോ പെൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇവിടെ എവിടെ ഷോപ്പിൽ കണ്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നി. ആ ചേച്ചി ഇങ്ങനെ വരയ്ക്കുന്നത് കണ്ടപ്പോൾ പുണ്യമൊക്കെ എന്തായാലും ഈ ഡ്രോയിങ്ങിലൊരു ക്രേസ് ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയില്ല, കണ്ണും പൂട്ടിയാണ്ട് വാങ്ങി. ഇതിൽ എമൗണ്ട് ഉള്ളത് MRP 270 ആ ചേച്ചി 200 വാങ്ങുന്നുള്ളൂ എല്ലാവരും, എന്താ അറിയില്ല. അപ്പോൾ ഇന്നെന്തായാലും തുറന്നു നോക്കാം. അപ്പോൾ ഇത് തുറക്കുന്നതിന് മുന്നേ രാവിലെ തന്നെ പോയിട്ട് ഒരു വലിയൊരു ബുക്കും പിന്നെ ആ ചേച്ചി പറഞ്ഞു പുറത്ത് ആ സ്കെച്ച് കഴിഞ്ഞാൽ വേറെ സ്കെച്ച് വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു സ്കെച്ചും കൂടി വാങ്ങിന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇന്ന് വർക്ക് ആവുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഏതായാലും പൊട്ടിക്കാം. കമോൺ, ഇതാണ് കേട്ടോ സാധനം, ബ്ലോ പെൻ എന്നാണ് ഇതിലുള്ള എഴുതിയ. അപ്പോൾ വാങ്ങണമെന്നുള്ള ആൾക്കാർ നേരെ പൂപ്പൊലി പോയിക്കോളി, അവിടെ സാധനം ഇഷ്ടംമാരുണ്ട്, ഷോപ്പിൽ കിട്ടൂല എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ ഉണ്ട് എന്നുള്ള തുറന്ന് നോക്കാം. ഒരു ചാർട്ടുണ്ട്, അത് ഞാൻ കാണിച്ച. പിന്നെ ഇതാണ് 2 ഉണ്ട് കേട്ടോ ബ്ലോ പെന്ന്. അതിൻ്റെ കൂടുതൽ കുറച്ച് സ്കെച്ചസും ഉണ്ട്. എത്ര? 1 2 3 4 5 6 സ്കെച്ച് ഉണ്ട്. കഴിഞ്ഞില്ലേ? പിന്നെന്താ ഇല്ല. അപ്പോൾ ഇതാണ് സംഭവം, ബ്ലോ പെൻ. എങ്ങനെ ജസ്റ്റ് വലിച്ചു വിടലാണ്, ത്രെഡൊന്നല്ല. ഇതിങ്ങനെ ഊരിയിട്ട് സ്കെച്ച് പെന്നിൻ്റെ ഇതിങ്ങനെ ഇടണം, എന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഊതിയാൽ മതി എന്ന് പറഞ്ഞത്. ഊതി നോക്കാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, ഓരോരു ചാർട്ട് തന്നിന്. ആ ചാർട്ട് അതിലെന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇത് പേപ്പറാണ്, വെള്ളം തട്ടിയ പണിപാളും, അതുകൊണ്ട് നോക്കിയും കണ്ട് ചെയ്യണം. ഹാൻഡിൽ വിത്ത് കെയർ. ഇത് കയറി അവന് ഒന്നിനും പറ്റൂല കേട്ടോ ഉണ്ണിയ. അപ്പം നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. എന്താ ഇതിലെന്തൊക്കെയാ വരുന്നത് പറഞ്ഞാൽ മതി വെറുതെ. ABCD 1 2 3 4 ഒരു സർക്കിൾ ഉണ്ട്, എറോ മാർക്കുണ്ട്, സ്റ്റാറും ഉണ്ട്. ഒരു ചാർട്ടിൽ ABCD 1 2 3 ആണ്. പിന്നെ രണ്ടാമത്തെ ചാർട്ടിൽ കുറേ ഡ്രോയിങ്സ് ആട്ടോ. ഇതിൽ മറ്റെന്താ പറയുക, കുട ഉണ്ട്, റോക്കറ്റ് ഉണ്ട്, പ്രാവുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ലയനും ഉണ്ട്. ഇതിൽ ലോട്ടസ്, പിക്കോക്ക്, ക്രിസ്മസ് ട്രീ ഉണ്ട്, ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ ഒരു ലോഗോ ഉണ്ട്. പിന്നെ അങ്ങനെ പിന്നെന്താ അതെന്തോ ഒരു സാധനം. ഇതിലൊരു താജ്മഹൽ ഉണ്ട്, ഡക്ക്, ഫ്ലവർ, ലീഫ്, മൂണ്, ജൂപ്പിറ്റർ, ഒരു വലിയൊരു സണ്ണ്. ഇതാ ഇനിയുണ്ട് സാധനങ്ങൾ. ഇതിൽ ആനിമൽസാണ്. ഒരു ഡിയർ, ജിറാഫ്, റൈനോസോറസ്. ഇതെന്താ നായാണ്. മാംഗോ, ചില്ലി. മാംഗോൻ്റെ ഒക്കെ പോയിട്ടോ. ചില്ലി, പെൻഗ്വിന്, ക്യാമൽ, എലിഫാൻറ്റ്, റാബറ്റ്, ഹാർട്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഇതും കൂടി. ബട്ടർഫ്ലൈ ഉണ്ട്. ആ ചേച്ചി അവിടെ ബട്ടർഫ്ലൈയിലാണ് വരച്ച് കാണിച്ചത്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ, ഒരു വീട്, ഒക്ടോപ്പസ്, ഡോൾഫിൻ, ഇന്ത്യൻ്റെ ഒരു മാപ്പ്, പിന്നെ ഒരു ഗ്രേറ്റ്. ഇതിലൊരു പൂച്ച, ബോട്ട്, ഈഗിൾ. ഇതെന്താ? പശു. എത്ര ഷീറ്റാണുള്ള? 1 2 3 4 5 6 7 8 ഷീറ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ തുടങ്ങാം. ഡ്രോയിങ് ഷീറ്റ് എടുക്കുക, ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം നമുക്ക്. എന്നിട്ട് ആദ്യം തന്നെ
എടുക്കണ്ട ബട്ടർഫ്ലൈ എടുക്കാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഏരിയ വെച്ചിട്ടാണ് ഇവിടെ കളർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഊത. ഏത് കളർ എടുക്കുക? ഡാർക്ക് ബ്ലൂ. അപ്പോൾ ഇത് മേലെ ഇങ്ങനെ ഇട്ട് ഇത് ക്ലോസ് ചെയ്ത് ഊതാ. ഞാൻ ഹാഫ് ഷെയ്ഡേ കൊടുക്കുന്നുള്ളൂ, ഫുള്ള് കൊടുക്കുന്നില്ല. അപ്പോൾ നോക്കാം എന്താവുന്നുള്ള. ഇങ്ങനെ കറക്റ്റ് അമർത്തി വെച്ചിട്ട് പിന്നെ ഇതിങ്ങനെ വെക്കട്ടെ. തുടർന്നിട്ടോണ്യ ബ്ലൂ മാറ്റി ലൈറ്റ് ബ്ലൂ ഒന്ന് വെച്ച് നോക്കാം. എടുത്തു നോക്കാം. അപ്പോൾ സക്സസ് ആയി ഡ്രോയിങ്. നോക്കി ഒരു ബട്ടർഫ്ലൈ വരച്ച. എങ്ങോട്ട് സൂപ്പർ അല്ലേ? അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ കുറേ മുന്നേ കണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് ഈ പ്രോഡക്റ്റ് ഇറങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ചേച്ചിയും പറഞ്ഞ ഇവിടെ എവിടെയും കിട്ടൂലെന്നത്. അങ്ങനെ വാങ്ങിയാണ്. അറിയില്ല ഇന്ന് കിട്ടുമല്ലോ. ഷോപ്പിൽ നിന്ന് നല്ല വരുമായിരിക്കും ഓരോന്ന്. എടുത്തേതാ ആനുണ്ട്. റൈനോസോറസ് വെച്ചാൽ റൈനോസോറസ് ഒരു ബ്ലാക്കിൽ വരച്ച് നോക്കാം റൈനോസോറസിന്. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. സൂപ്പറാണ്. സ്കെച്ച് ഇങ്ങനെ ഇടുക. ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒരു റൈനോസോറസിനും കൂടി വരച്ചോട്ടെ. ആ ഔട്ട്ലൈന് മാത്രം ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ, ഫുള്ള് കൊടുക്കില്ല. എന്താ പാട് നോക്കാം. ഓക്കെ, റെഡി സ്റ്റഡി ഗോ. സംഭവം നോക്കാം. ഇത് റീയൂസ് ചെയ്യാം കേട്ടോ. അതിലൊക്കെ കളറായാലും ഒരു കുഴപ്പമില്ല. അതിന് മേലെ തന്നെയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് വരുന്ന അതനുസരിച്ചിരിക്കും അതിൻ്റെ കളർ. ഇതാണ് സെക്കൻഡ് റൈനോസോറസ്. അടിപൊളിയായില്ലേ? ഇനി ഉണ്ണി ഒന്നും ചെയ്യല്ലേ? ഏതാ വേണ്ടത് നോക്ക്, സെലക്ട് ചെയ്യും. ലോട്ടസ് ഉണ്ട്. ഉണ്ണി ഡബിൾ ഷെയ്ഡൊക്കെ കൊടുക്കാം നമുക്ക്. ഇതാ ഏതാ വേണ്ടേ? ഫ്ലവർ എവിടെ? ഇതാ. എന്നാ ഉണ്ണി പറഞ്ഞ ഒരു ഫ്ലവർ. തുടങ്ങി. ഉണ്ണീൻ്റെ വരുന്ന ലാസ്റ്റ് അങ്ങോട്ടാണ്. ഹാർട്ടിൻ്റെ പ്രാന്തിയാണ്. ഏത് കളറാണ് കൊടുക്കുക? ഇതുകൊണ്ടാ. ഇതൊക്കെ മാറ്റിച്ചോ. ഏതാ കളറ്? ബ്രൗൺ അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് വർക്കിംഗ് ആണ്. ഓറഞ്ച് 2 ഉണ്ട്. പിന്നെ ഒന്നും കൂടി ഉണ്ട്. അതിൽ വെച്ച് നോക്കാം. എവിടെ? ഇതല്ലേ ബ്രൗൺ അല്ലേ? നല്ല ഊതണം കേട്ടോ. നല്ല ഊതിയൊന്നും പറ്റൂല. തുപ്പലൊന്നും തീർക്കാൻ പാടില്ല. കാറ്റ് മാത്രം പോയാൽ മതി കേട്ടോ. ഊതല്ലേ? പിടിക്ക്. ഓക്കെ. നമുക്ക് പിടിക്കാൻ ഒരു ഇതുണ്ടാവും. ഊതിക്കോ. നല്ല ഊത്. സ്പീഡിൽ ഊതണോ? കണ്ടോ? പോരാ, പവർ പോരാ. സ്പീഡിൽ ഊത്. അതാ വരുന്നുള്ളൂ. നിൻ്റെ പവർ പോരാ. ഇതിപ്പോൾ ഞാൻ ഊതി കൊടുക്കേണ്ടി വരുമോ?
വലിക്കല്ലേ. തുപ്പലൊക്കെ സാറില്ല കേട്ടാ, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അതിന് ഊതിയിട്ട് ഇത് തുറല്ലേ, അതങ്ങനെ വെക്കട്ടെ. ഓക്കെ ഉണ്ണിമോളെ, ഊതൽ കുറച്ച് പവർ പോരാ. 3+ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഊതാനുള്ളൊരു ശേഷി വേണം, ഇല്ലെങ്കിൽ നടക്കൂല. ഫുള്ളാക്കണം. ഓ, ഇത് കണ്ണൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഊതിയിട്ട്. യെസ്, അപ്പോൾ അതും സക്സസ് ആയി. ഇതാ മൂന്നാമത്തെ ഹാർട്ട്. ഇന്നത്തെ ടെസ്റ്റിങ് വേറൊരു സംഭവമാണ്. ആ ചേച്ചി പറഞ്ഞ് പുറത്തുള്ള സ്കെച്ചും യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാൽ അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇതേതാ, ഇത് തന്നത്, ഇത് മാറ്റിയേക്കാം. മാങ്ങോൻ്റെ കളർ ഏതാ? മഞ്ഞ. പിന്നെ ലീഫിന് ലൈറ്റ് ഗ്രീനാ ഡാർക്ക് ഗ്രീനാ? ഡാർക്ക്. അപ്പം നമുക്ക് ആദ്യം തന്നെ 2 സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങോണ്ട ഒന്നില് യെല്ലോ, വേറൊന്ന് ഗ്രീന്. യെല്ലോ ആൻഡ് ഗ്രീൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അത് പറയാൻ പറ്റൂല. ഓക്കെ, കൊടുക്കട്ടെ. തല മാറ്റി. ഫുള്ള് അടിക്കും. കൊമ്പോ ബ്രൗണും വേണ്ട. ഇനി ഉണ്ണി ഇത് ഇല കൊടുക്ക്. എന്നാ ഊത്, ശരിക്കും ഊതാണ് കേട്ടോ. ഊതി വയ്ക്കുക, ഊത്. മതി 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 മതി. അപ്പോൾ ഇത് സംഭവം അറിയോ, ഒരു തന്ന സ്കെച്ച് കുറച്ചൊരു ഹാർഡ് ഉണ്ട്. പുറത്തുനിന്ന് വാങ്ങിയ നല്ല നൈസാണ്, മെല്ലെ ഊതിയാൽ മതി. കുട്ടികൾക്കും അത് പറ്റും. അപ്പോൾ കുട്ടിക്ക് പറ്റുന്നത് പുറത്തുനിന്ന് സ്കെച്ച് വാങ്ങിയിട്ട് കൊടുക്കുന്നതാവും നല്ലത്. അളക്കല്ലേ പോയി. അതാ ബുക്ക് ഇവിടെ തട്ടുണ്ട്, അതുകൊണ്ടാ. അപ്പോൾ ഇനി ഒരു ചെറിയൊരു കൊമ്പിൻ്റെ കഷ്ണമുണ്ട്, അതും കൂടി കൊടുത്തു നോക്കാം. അപ്പോൾ പുറത്തത്തെ സ്കെച്ച് കുറച്ചൊരു ലൈറ്റ് ആയതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാ ഊത്. നിൽക്ക് ഊതല്ലേ, ഞാൻ പറയുമ്പോൾ ഊതിയായി. മതി മതി മതി. ഒന്നും കൂടി മെല്ലെ ഊത്, മെല്ലെ. മതി. ഓക്കെ, തുറന്നു നോക്കാം. അയ്യോ, അപ്പോൾ മാംഗോ ആയി. ഇതാ മതി. അങ്ങനെ ഞങ്ങൾ കളർഫുൾ ക്രിസ്മസ് ട്രീ വരച്ച്. അയ്യോ, ഇതാട്ടോ. ഇതാ കുട്ടികൾക്ക് ടൈം പാസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് പൂപ്പൊലി പൂവ് സാധനം വാങ്ങുക. ചേച്ചി പറഞ്ഞ തിരിച്ച് അപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ. ഇന്ന് ഉണ്ണി ചെയ്ത് പഠിക്കട്ടെ. ഉണ്ണീൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. കണ്ണൊക്കെ അതാ പുറത്തേക്ക് തള്ളിക്കാണ്. തുറന്നു നോക്കാം. Ta-da!